Hello guys. Hello. Hello guys. Hello hello. Hello hello. ഹലോ പറ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മിസ്റ്റർ? ഒരു സ്ഥലത്തോട്ട് എന്തിനാണ് പോകുന്നത്? ഒരു സ്ഥലം കാണാൻ. ഒരു സ്ഥലം കാണാനാണോ അതോ വേറെ ആരെങ്കിലും കാണാനാണോ? സ്ഥലത്തുള്ള ആളെ കാണാൻ. സ്ഥലത്തുള്ള ആളെ കാണാൻ. നമ്മൾ ശരിക്കും പോകുന്നത് ഏഞ്ചലിനെ യാത്രയാക്കാനാണ്. യാത്രയോ? ഏഞ്ചൽ എവിടെ പോകുന്നു? അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ഇന്ന് നാട്ടിൽ പോവാണ്. ബ്രൈഡ് ടു ബി ഒക്കെ ആഘോഷിച്ച് ബ്രൈഡ് കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ പോകും. അപ്പോൾ ഇന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളിന്ന് അവളെ കാണാൻ പോവാണ് അല്ലേ മിസ്റ്റർ? പോകുന്ന വഴിക്ക് ചെറിയൊരു കുഞ്ഞു കേക്ക് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറിയ കുഞ്ഞും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ചെറിയെന്ന് വെച്ചാൽ സ്മോൾ, കുഞ്ഞെന്ന് വെച്ചാൽ ചെറുതിനെ തന്നെ നമ്മൾ എന്തോ പറയല്ലോ, ഒരു വാക്ക് തന്നെ പല 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 അർത്ഥങ്ങൾ. പര്യായം. കുഞ്ഞിന്റെ പര്യായമാണ് ചെറുത്. പിന്നെ എന്തിനാണ് രണ്ടും പറയുന്നത്? ഇതൊന്നും കുഞ്ഞിലെ പഠിച്ചിട്ടില്ല. ചെറിയ കുഞ്ഞെന്തിനു പറയുന്നു? ഇതൊന്നും കുഞ്ഞിലെ പഠിച്ചിട്ടില്ല. ഓൾറെഡി ചെറുതല്ലേ? ചെറുത് ഓൾറെഡി കുഞ്ഞല്ലേ? നെവർ മൈൻഡ്, ഇഗ്നോർ ഹിം. ഓക്കെ, നമുക്ക് കേക്ക് ബോക്സ്, അവളുടെ ബ്രൈഡ് ടു ബിക്ക് കേക്ക് വാങ്ങിച്ച കട കാണിച്ചു തരാം. അവിടെ നിന്ന് നമ്മളൊരു കുഞ്ഞ് കേക്ക് എടുക്കുന്നു, എന്നിട്ട് പോകുന്നു. എന്തോ നടക്കുന്ന ഗൈസ്. അവർ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും കേക്ക് ബോക്സിൽ പോയിട്ട് വരാം. കോസ്റ്റേയുടെ അപ്പുറത്താണ്. അവിടെ പോയി എന്തെങ്കിലും മേടിക്കാം. ഇഷ്ടംപോലെ കളക്ഷനുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്ട്രോബെറി സാൻഡ്വിച്ച് വരെയുണ്ട്. കേക്ക് എടുത്തു. ഇനി നമുക്ക് നേരെ ചലിക്കാം. കേക്ക് ബോക്സിൽ നിന്ന് ഇറങ്ങി ഗൈസ് നടക്കുകയാണ്. അവിടെ ഫുള്ള് ഭയങ്കര തിരക്ക്. ഇന്ന് സൺഡേ ആണ്. വീക്കെൻഡ്സിൽ ഇവിടെ നല്ല തിരക്കാണ് പുറത്ത്. പക്ഷെ ഞങ്ങൾ ഒരു ഇടവഴി കൂടി തിരക്കില്ലാതെ പോകുന്നു. ഗോഡ്വിൻഡസ്, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീ പറഞ്ഞത് തന്നെ ധാരാളം. വദ്ദിങ്ങിന്റെ തെരുവീതികളിലൂടെ ഞങ്ങൾ തലങ്ങും വിലങ്ങും നടന്നു. എങ്ങനെയുണ്ട് ക്യാപ്ഷൻ? ഇവിടെ അവർ മറ്റേ വാറിൽ മരിച്ചുപോയ സോൾജിയേഴ്സ് ഇല്ലേ, അവർക്ക് വേണ്ടിയുള്ള കുറേ മോണുമെൻറ്റ്സ് അല്ലേ, അവരതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ഓരോ വർഷവും മറ്റേ മെമ്മറി ആയിട്ട് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട്.
ഡാരിയോ ഡാരിയോ നമ്മളെത്തി ഗൈസ്, നമ്മൾ ഏഞ്ചലിൻ്റെ ഫ്ലാറ്റിലെത്തി. ഡാഡി നടക്ക് ഡാഡി, ഏതൊക്കെ പോവാം, കയറിക്കോ. ഡാഡിയുടെ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഏഞ്ചൽ ആദ്യമായിട്ടാണ് ഡാഡിനെ കാണുന്നത്. പോണം മിസ്റ്റർ. ഏഞ്ചലിൻ്റെ ഒക്കെ കയറി ഗൈസ്. ഡാഡിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവിടുത്തെ, ഡാഡിയുടെ പ്രായത്തിലുള്ള ഫ്രണ്ട്. എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട് വീട്ടിൽ വരുന്നത് അല്ലേ ഗോഡ്വിൻഡാസ്? യു ആർ വെൽക്കം. കമോണേ. ചെറിയ ഡാർക്ക്നെസ് ഫീൽ ആവുന്നില്ല ഗൈസ്. ഇവക്ക് വെളിച്ചം ഇഷ്ടമല്ല, ഇവൾ ഇരുട്ടിനെ പ്രണയിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഈ ഒരു ലൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ വെളിച്ചമുണ്ട്. ഫുള്ള് ബ്ലാക്ക്, ഫുൾ ഡാർക്ക് സീനാണ്. പക്ഷെ റൂം അടിപൊളി കേട്ടോ. കേക്ക് ബോക്സ്. ഈ റൂമിലോട്ട് കുറച്ച് വെളിച്ചം പകരാം ഗൈസ്. ഇത് തുറന്നു കഴിഞ്ഞാൽ പൊടുക്കത്തെ പ്രകാശമാണ്. ഇത്രയും വെളിച്ചം വെച്ചിട്ടാണ് ഇവളി ഇരുട്ടത്തിരിക്കുന്നത്. ഏഞ്ചൽ, വൈ യു ലൈക്ക് ഡാർക്ക്? ഷി ഡോണ്ട് ലൈക്ക്. ഡാഡി കളി തുടങ്ങി. ഡാഡിയുടെ വീട്ടിൽ വന്ന പോലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറിയല്ല. പിന്നെ ഗോഡ്വിൻഡാസ് ഒരു സൈഡ് സെറ്റായി. അതേപോലെ ഒരെണ്ണം വാങ്ങിക്കണേ കേട്ടാ. ദേ ഗോഡ്വിന്റെ അതേ മുഖമുള്ള ഒരാൾ തൊട്ടടുത്ത്. ഓ മൈ ഗോഡ്, വാട്ട് എ ട്വിന്നിങ്. സെയിം ഫേസ്. എനിക്ക് വയ്യ. ദേ അടുത്ത ആളെ കയറാൻ പോവാണ്. സാധാരണ ഞാൻ വരുമ്പോ എന്റെ പ്ലേസ് ആണ് ഗൈസ്. അവർ രണ്ടുപേരും കൈയടക്കുന്നത്. നമ്മള് ഏഞ്ചലിന്റെ പെട്ടി വേ ചെയ്യാൻ പോണു ഗൈസ്. ചെറിയൊരിതായാലും മതി. ഓപ്പൺ ദ ഡോർ ഡാഡി. ഓപ്പൺ. രണ്ടാമത്തെ പെട്ടി. ഞാൻ മറ്റേ പോലെ നോക്കിയായിരുന്നു. എനിക്ക് കാണുന്നില്ല. വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം? ബൈ ദ വേ, ഡാഡി ഇവിടെ കേക്ക് ബോക്സിൽ എന്താ ഇത് തുറക്കാടത്തെ എന്ന ചിന്തയിലാണ്. എന്താ ചെയ്യാൻ പോണേ? റാപ്പിംഗ്. അവളെ മിക്കവാറും എന്നെ തെറി വിളിക്കും. ഇതൊന്ന് പിടിച്ചിരുന്നു. ഇത് പിടിച്ചിരിക്കും. ഇവിടെ രണ്ട് ഇത് റാപ്പ് ഇത് പിടിച്ചിരിക്കും. ഇവിടെ കൈയുടെ ഒക്കെ ഒരു റൗണ്ട് കൂടെ പോട്ടായിരുന്നു. ഓ, ഇതിനാണല്ലേ എയർപോർട്ടിൽ കത്തി കാശ് വാങ്ങുന്നേ. നമുക്ക് ചെയ്യാന്നേ ഉള്ളൂ സാധനം. സോ സിമ്പിൾ.
കഴിഞ്ഞ പ്രാവശ്യം എത്ര രൂപ അറിയാം. നല്ല എമൗണ്ട് ഓക്കെ, നമുക്ക് എങ്ങനെ ഒന്നുകൂടെ വിടണോ? ഇങ്ങനെ വിടാം. ഇനി ഇങ്ങോട്ട് വിടാമല്ലോ. ഇത് പിടിക്കാനുള്ള അപ്പോൾ അത് റാപ്പ് ചെയ്തിട്ട് തന്നെ. നല്ല എക്സസൈസ്. അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളോ? ഗോഡ്വിൻഡാസ്, വാവ്, ഇന്നിനി എക്സസൈസ് വേണ്ടല്ലോ. എറണാകുളത്ത് കണ്ടിട്ടില്ല, ഞാൻ തന്നെ പൊളിക്കണം. അതൊരു കത്രിക വെച്ചങ്ങ് വെട്ടിയാൽ പോരെ. മതി. ഹോട്ടലിൽ നിന്ന് എവിടെ നിന്നാണ് ഈ കത്രിക ഞാൻ ഉണ്ടാക്കി? ഹോട്ടലില്ല. ആ, അവിടെ റിസപ്ഷന് ചോദിച്ചാൽ മതി. മതിയല്ല. ഓക്കെ. ക്ലീൻ റാപ്പിംഗ് ഡൺ. ഇവിടെ ഇനി ചെയ്യണം. സൈഡാ എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ അപ്പം അങ്ങനെ അത് കാലേ വീണാണ്ടല്ലോ, കുഞ്ഞി കഴിഞ്ഞു. നിനക്ക് പോകുമ്പോൾ റാപ്പ് ചെയ്യാനുള്ള ഞാൻ പക്ഷെ ഇന്നേ വരെ പെട്ടി റാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവില്ല. റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആകുന്ന ഒരു ഇത് കുറയ്ക്കാം. ഓ, അങ്ങനെ. ഓപ്പൺ ആയി നീ പോയാലും കുറച്ചുകൂടെ ടേസ്റ്ററായി ഇരിക്കുമല്ലോ എന്നുള്ളൊരു ഓക്കെ ഓക്കെ. ആ ഒരു ചാൻസ് നമുക്ക് കുറയ്ക്കാം. വെട്ടി പൊട്ടുന്നൊക്കെ അവരുടെ കയ്യിൽ പോലെ. അങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ റാപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. മിസ്റ്റർ ഗോഡ്വിൻഡാസ്, ഇതിന് ശേഷം റാപ്പിംഗ് ഓർഡേഴ്സ് വന്നാൽ സ്വീകരിക്കുമോ? ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കപ്പെടും. ആപ്പിളിൻ്റെ പെട്ടി ഐഡന്റിഫൈ ചെയ്യാൻ ഈസി ആയിട്ട്. ഓ, അങ്ങനെ. ഞാൻ വിചാരിച്ച ആപ്പിൾ പെട്ടി കറക്കാൻ തുടങ്ങിയത്. പിന്നെ ആപ്പിള് വെട്ടി ഗുഡ്, വെൽ ഡൺ. എനിക്ക് ഇവിടെ ഒരാളെ യാത്രയാക്കാൻ വന്നിട്ട് അച്ഛനും മോനും സുഖിച്ച് കിടക്കും. നോക്ക്, ഡാരി ഫുൾ വൈബ്. വൈബ് മീൻസ് അവനിങ്ങനെ കാലൊക്കെ ഇട്ട് ആട്ടി ആട്ടി കിടക്കുമായിരുന്നു ഇത്രയും സമയം. മിസ്റ്റർ ഗോഡ്വിൻഡാസ്, എന്തിനാണ് താങ്കൾ ഇവിടെ വന്നത്? ഞാൻ കിടക്കുന്ന സ്ഥലം എനിക്ക് മാറി തരുന്നില്ല. ഞാൻ എത്ര സമയം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മൂവ് മൂവ്. ഹലോ അല്ല, എല്ലോ ആണ് നമ്പർ. മിസ്റ്റർ ഗോഡ്വിൻഡാസിൻ്റെ ക്രൂര മുഖങ്ങൾ നിങ്ങൾ കാണണം. ഒന്നുകൂടി കിട്ടിയില്ല. ഇത് മറ്റേ ഗോറില്ല. ഇതൊക്കെ വിറയ്ക്കുന്നതൊക്കെ എവിടെ നോക്കട്ടെ, കുറച്ചുകൂടി പോരാ പോരാ, കുറച്ചുകൂടി. അഭിനയ സിംഹം. സിംഹമല്ല, കൊരങ്ങ്. അഭിനയ കൊരങ്ങം. കൊരങ്ങൻ കൊരങ്ങം. അഭിനയ കൊരങ്ങം. ഞാൻ സ്ഥിരം വരുമ്പോൾ ഇരിക്കുന്ന ഏഞ്ചലിൻ്റെ കൗച്ചാണ്. എനിക്ക് മാറി തരുന്നില്ല. ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞില്ല, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പറ്റില്ല. പക്ഷെ ഞാൻ മഹാനായ ഒരാൾ പറഞ്ഞിട്ട് അത് ഞാൻ ഉറങ്ങിയായിരുന്നു, അതുകൊണ്ടാണ് ഉണർന്നത്. ഏഞ്ചല റെഡിയാവാൻ പറ്റും. നോക്ക് ഗൈസ്, ഈ അച്ഛൻ മാറിക്കൊടുക്കാത്തതുകൊണ്ട് ആര് വരെ സഹികെട്ട് താഴെ എഴുന്നേറ്റ് പോയി കിടക്കും. നീ വന്നിരുന്ന് നേച്ചത് അവിടെ ഒരു ചരിവ്, അങ്ങനെയാണ് കൊച്ചു എഴുന്നേറ്റ് പോയത്. എന്നാലും എഴുന്നേറ്റ് പോകണം മിസ്റ്റർ. എനിക്ക് മാറി തന്നില്ല, ഡാരിക്ക് മാറിക്കൊടുത്തില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു മിസ്റ്റർ അച്ഛൻ? എക്സ്ക്യൂസ് മീ. ഞഞ്ഞായി. ഓസ്കാർ അവാർഡിന് നോമിനേഷനിൽ ഗോഡ്വിൻ്റെ പേര് ചേർത്തതായി ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്.
ആണോ ചപ്പാത്തി കറി നമ്മൾ KFC കഴിക്കാൻ പോകുന്നു. ബട്ട് ബ്രൈഡ് കണ്ട പോലെ ചപ്പാത്തിയും മീൻകറിയാണ് ഗൈസ്. പുറത്തുനിന്നുള്ള ഫുഡിൽ വിശ്വാസമില്ല. ട്രാവൽ ആയതുകൊണ്ട് ഓൺലി ഹോം മെയ്ഡ്. കഴിക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യല്ലേ ഇത്? നന്നായിരിക്കും പതിവ് നന്നായിരിക്കും കഴിയും. എന്താണ് താങ്കളുടെ ഇപ്പോൾ മനസ്സിൽ കൂടി പോകുന്ന തോട്ട്സ്? ബ്രൈഡിനെ ഞങ്ങളെ വിട്ട് പോകാൻ താല്പര്യമില്ല ഗൈസ്. അല്ലേടാ? സാധാരണ നമ്മൾ നാട്ടിൽ പോകാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആണല്ലോ. ഇവിടെ ഒരാൾ സമയമായി ഉന്തിത്തള്ളി വിട്ടൊക്കെ പോയി കുളിക്കാൻ പറഞ്ഞത്. എന്തോ ഒരു വികാരം, എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലാവുന്നില്ല. ഇതാണോ മാരേജ് ഓഫ് കണ്ണടയ്ക്കുമ്പോ മറ്റേ എയർ ഇന്ത്യയുടെ ഇമാജസ് അതൊക്കെ ആലോചിക്കരുത്. പിന്നെ കഴിഞ്ഞ വട്ടം കുട്ടി ലാൻഡ് ചെയ്തപ്പോൾ ഇച്ചിരി വയറിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഒരു വൈക്ലഭ്യ പൊട്ടത്തിൽ അല്ലേടാ? പക്ഷേ ഈ പ്രാവശ്യം ഐ എം ഫൈൻ ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ വിത്ത് മീ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗൈസ് ഏഞ്ചൽ UK അല്ലേ? 9 മണി വരെ 8:50 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏഞ്ചൽ നാട്ടിലോട്ട് പോകുന്നു. തിരിച്ചു വരുന്നത് മിസ്സസ് ആയിട്ടായിരിക്കും. ഞാൻ അഡ്രസ് മാറ്റൂല. അഡ്രസ് മാറ്റൂലാണ് ടൈറ്റിൽ ഒന്നും മാറ്റി. ഗുഡ്. എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. എന്നെ പോലെ അല്ലേ മിസ്റ്റർ ഗോഡ്വിൻദാസ്? ഉപ്പയാണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലും ചിക്കൻ സോസിൽ തൊട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് മാഷ്ഡ് പൊട്ടറ്റോയിൽ തൊട്ട് കഴിക്കുന്ന ആളെ ഞാൻ ആദ്യമായി കാണുകയാണ് ഗൈസ്. ആൻഡ് ദാറ്റ്സ് മിസ്റ്റർ ഗോഡ്വിൻദാസ്. ഗോഡ്വിൻദാസ് ഏഞ്ചൽ കണ്ടോ എന്തൊക്കെ ഞാൻ മിസ് ചെയ്തു. ഗോഡ്വിൻദാസ് ഏഞ്ചൽ പോകുന്നതുകൊണ്ട് വിഷമമാണോ സന്തോഷമാണോ? ഹായ് പോയി എന്നുള്ളൊരു അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അഞ്ചു ആയിരുന്നെങ്കിൽ ഹായ് പോയി എന്ന് പറയുമായിരുന്നു. ഗോഡ്വിൻദാസ് നമ്മുടെ ഏഞ്ചലായുള്ളൂ ഒരു ചെറിയ വശം. അതെ ഞങ്ങളുടെ ആ വിഷം ഞങ്ങളുടെ ഡാഡിയുടെ ഫ്രണ്ട് പോയി എന്നുള്ളതാണ്. ഇല്ലേ ഡാഡി? പാവൻ ഡാഡി. ഇനി ആരുടെ കൂടെ കളി? ഡാഡിയെ വിട്ട് തിരിച്ചെത്തുമ്പോ വിന്റർ ആയിരിക്കും. അപ്പൊ ശരി, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഞാനൊരു മിനി ബർഗർ ഓർഡർ ചെയ്തു ഗൈസ്. പക്ഷെ ഇത്രയും മിനിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. തുറന്നു നോക്കട്ടെ ഇതിൻ്റെ സൈസ് എങ്ങനെയാണ്. ഇത് ബർഗറാണോ? മിനി ബർഗർ. കാണാം നല്ല ലുക്കുണ്ട്. ഒരാൾക്ക് വയറ് നിറയാൻ ആവശ്യത്തിനുണ്ട്. അകത്ത് ചിക്കന് ഫില്ലിംഗ് ആണ്. പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ സാധാരണ വലിയ ബർഗറൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഗുഡ് നൈസ്. നമ്മുടെ
അലീന കുട്ടിക്ക് പനിയാണ് കഴിച്ച്. വയ്യാത്ത കുട്ടീനെ ഞങ്ങൾ വന്ന് ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇന്ന് നൈറ്റ് പോകാനുള്ള. എങ്ങനെ വന്നിട്ട് ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചു. ചായയോ കാപ്പിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ആ കാപ്പി എടുത്തു വന്നു. ഇവിടെ വന്ന് എൻ്റെ ഈ സാധനം എടുത്തു വന്നു, ഇതും എടുത്തു വന്നു, ഇതും എടുത്തു വന്നു, ഇതും എടുത്തു വന്നു. എന്നിട്ട് ഇട്ടോളാൻ പറഞ്ഞു guys. ഞാൻ വെച്ചു വെള്ളം. പിന്നെ വയ്യാത്തത് കൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. വയ്യാത്തത് കൊണ്ടൊന്നും അല്ല, ഇത് ചുമ്മാ. കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു ഗൈസ് അവസ്ഥ. ഞാൻ തന്നെ ഇട്ട് കുടിക്കണം. അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. കുട്ടിക്ക് ഇപ്പം ദേഹത്തോടി വേണം. കുട്ടി പനി ആയതുകൊണ്ട് ചുക്ക് കാപ്പി കുടിക്കാൻ പോകുന്നു ഗൈസ്. ഈശ്വര, ഇതിനെന്താ ഒരു അത് ഈ സാധനമായിരുന്നു. അലീന, അയ്യോ ഇതിനെന്തോ പറ്റി ഗൈസ്. ആ മതി എന്നാ അണയ്ക്കാം. അത് ഡാൻസ് കളിക്കുന്നു. ഇത് കണ്ടോ ഗൈസ്, ഇത് മറ്റേ ഭൂമി കുലുക്കൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള. തേരപ്പാര നടക്കുന്നുണ്ട് ഞങ്ങളുടെ പറയാം. ഓക്കെ, നമുക്കപ്പം ചുക്ക് കാപ്പി ഇട്ടിട്ട് കാണാം അല്ലേ. കെട്ടിയോൻ എന്തേടാ? കെട്ടിയോന് വയ്യ ഗൈസ്, രണ്ടുപേർക്കും പനി. ഇന്നലെ ഇവള് നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് ഒറ്റയ്ക്ക് പോയോട്ടോ ബ്രേക്കിന്. അവിടെ നിന്ന് ആരോ കൂടെ കൂടിയെന്നാണ് എനിക്ക് തോന്നണേ. പാത്രം ഡാൻസ് കളിക്കും. ഹാരി പറഞ്ഞ പോലെ എനിക്ക് പ്രായത്തിന് കാണാനുള്ള സമയം. എനിക്ക് സംശയമില്ലാതില്ല. ചുക്ക് കാപ്പിയാണ് ഗൈസ്, പനിക്കാപ്പി പ്രിപ്പറേഷൻ. റെഡി ടു ഗോ. കോസ്റ്റ്യൂം ചെക്ക്. ഇങ്ങോട്ട് വരൂ, കുറച്ച് ഇപ്പുറത്തോട്ട് നീങ്ങി വരൂ. ഓ ജാക്കറ്റ് ഉണ്ടോ? ഓ മൈ ഗോഡ്, വെയിലാ. പക്ഷെ അവിടെ ചെന്നിട്ട് ഇട്ടാൽ മതി. നൈസ്. അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി ഗൈസ്. പ്രോപ്പർട്ടീസ് എല്ലാം എടുത്തോ? ചെക്ക് ലിസ്റ്റ്. പാസ്പോർട്ട്. സ്വന്തം പാസ്പോർട്ട് തന്നെയാണല്ലോ അല്ലേ? നമുക്കിങ്ങനെ കൺഫ്യൂസ് ആക്കാം. ഇരിക്കട്ടെ. ടിക്കറ്റ് കാർഡുണ്ട്. ടിക്കറ്റ് ഓൾ സെറ്റ്. ഞങ്ങളുടെ ഒരു ഹാൻഡ് ബാഗ് ആൻഡ് ലഗേജ് ഓൾ സെറ്റ്. ഓ വാവ്. ഇനി നമ്മളെ പിക്ക് ചെയ്യാൻ 4 മണിയാണ് പറഞ്ഞേക്കുന്നല്ലേ. ഇപ്പോൾ ടൈം 3:20. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വിശേഷം പറഞ്ഞിരിക്കാം. കമോൺ. സന്തോഷം പ്രകടനം. കൂടുതൽ പിടിച്ച് വലിക്കില്ലേ? എന്തോ വീട്ടിൽ വിളിച്ച് യാത്രാ ഒരുക്കങ്ങൾ അറിയിക്കുന്ന ഏഞ്ചൽ. അതല്ല ഞാൻ പറയാൻ പറഞ്ഞേ.
1 2 2 1 2 നെക്സ്റ്റ് അതിൽ കാണുന്ന വെയിങ് സ്കെയിലാണ് കയ്യിലിരിക്കുന്നത്. അതിൽ വരുന്ന നമ്പേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡാഡി. ഫൈനൽ ടച്ചപ്പ് ഗോയിങ് ഓൺ ഗൈസ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിഞ്ഞ് നാറി പോകുന്ന പോലെ ആയിരിക്കില്ല ഞാൻ അവിടെ ഓൾ സെറ്റ്. എൻ്റെ മുഖം കാണുന്നില്ലല്ലോ ഗൈസ്. നൈസ്. ഈ റൂം മിസ് ചെയ്യോ ഏഞ്ചൽ? ഒരു മാസം ഇല്ല. ഇല്ല. I will be going back to my bedroom. Daddy is Helping me. helping his friend taking luggages. യെസ് ബോസ്, നമ്മൾ പെട്ടി ഇറക്കുകയാണ് അല്ലേ? യെസ് ബോസ്. ഓൾ സെറ്റ് ഗൈസ്. നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങാം. ഹാൻഡില് ഇറങ്ങുവാണ്. ഏഞ്ചൽ അങ്ങനെ ഏഞ്ചൽ ഇവിടുന്ന് ഇറങ്ങി. അവിടെ എയർപോർട്ടിൽ ഹീത്രൂ എന്നാണ് പോകുന്നത്. അവിടെ ഏഞ്ചലിൻ്റെ ആൻറ്റിയുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് പോകുന്നത്. നമ്മൾ തിരിച്ചു പോകുന്നു വീട്ടിലോട്ട്. നാളെ അവൾ അവിടെ എത്തും നാട്ടിൽ. അപ്പോൾ വാട്ട്സ് അവർ പ്ലാൻ നെക്സ്റ്റ്? We are going home We're going home and sleep. and sleep. ഇന്ന് എൻ്റെ നൈറ്റ് ഓഫ് ആണ്. നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ല. നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഡാഡി ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ബൈ.